മലയാളത്തിലെ പ്രിയ സാഹിത്യകാരൻ വിട എം.ടി. വാസുദേവൻ നായർ അന്തരിച്ചുവെന്ന അങ്ങേയറ്റം ദുഃഖകരമായ വാർത്ത വരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് കോഴിക്കോട് നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അഭിജിത്ത്, തുടരാം. സുഹൈൽ, ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാളത്തിൻ്റെ സാഹിത്യകാരൻ, വിശ്വസാഹിത്യകാരൻ, മലയാളത്തിൻ്റെ അഭിമാനമായ എം.ടി. വാസുദേവൻ നായർ അന്തരിച്ചു എന്ന വാർത്തയാണ് ഏറെ ദുഃഖത്തോടു കൂടി നമുക്കിവിടെ നിന്ന് അറിയിക്കാനുള്ളത്, പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാനുള്ളത്. ഏറ്റവും ദുഃഖമായ വാർത്ത. കഴിഞ്ഞ 15 മുതൽ അദ്ദേഹം ഇവിടെ ചികിത്സയിലായിരുന്നു. ഓരോ നിമിഷവും മലയാളികൾ അത്രയേറെ പ്രാർത്ഥനയോടെ കാത്തിരുന്നതാണ്. പക്ഷേ ആ പ്രാർത്ഥനകളെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട്, ആ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഇപ്പോൾ എം.ടി. വിടവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 91 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. കഴിഞ്ഞ 15 മുതൽ അദ്ദേഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അദ്ദേഹത്തെ ഇവിടെ ചികിത്സയിൽ എത്തിച്ചതു മുതൽ അദ്ദേഹത്തിന് തൊട്ടടുത്ത ദിവസം ഹൃദയസ്തംഭനം ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ദിനംപ്രതി വഷളായി വരുന്നു. അതിനിടയിൽ അല്പം ഒരു ആശ്വാസം കണ്ടത് കഴിഞ്ഞ ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ മാസ്ക് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്ന് അല്പസമയം മുൻപാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നു എന്ന വിവരം നമ്മളെ അറിയിച്ചത്. തുടർന്ന് നമ്മൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ നിലവിൽ ആശുപത്രി അധികൃതർ അക്കാര്യം അറിയിക്കുന്നു, അക്കാര്യം സ്ഥിരീകരിക്കുന്നു. എം.ടി. എന്ന സാഹിത്യകാരൻ, ഏറ്റവും വലിയ മലയാളം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. ഒരു അധ്യായത്തിന് ഇവിടെ അവസാനമായിരിക്കുന്നു. നമുക്കറിയാം, അദ്ദേഹത്തെ ഇവിടെ അദ്ദേഹം ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് അദ്ദേഹം എത്തിയത് മുതൽ എത്രത്തോളം പ്രാർത്ഥനയോടെയാണ് മലയാളികൾ ഒന്നാകെ കാത്തിരുന്നത്. അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ അത്രയേറെ പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരുന്നതാണ്. പക്ഷേ ആ പ്രാർത്ഥനകളൊക്കെ വിഫലമായിരിക്കുന്നു. എം.ടി. അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്ക് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരാനുള്ളത്.